വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 7ാം ക്ലാസ് പരീക്ഷയുടെ 7ാം ക്ലാസ് ബേസിക് സയൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ. ഫിഗർ ഷോസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്ലെസ് which have the same quality as the mother plant. Which method is this? ഏത് മെത്തേഡാണ് ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് മെത്തേഡാണ് ഇത്? എയർ ലെയറിംഗ് ആണ്. എന്താണ്? എയർ ലെയറിംഗ്. ഏത് മെത്തേഡാണ്? എയർ ലെയറിംഗ് ആണ്. എയർ ലെയറിംഗ്. റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എയർ ലെയറിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറ്റും. എന്താണ്? വേഗത്തിൽ ഇതിന് പൂക്കൾ ഉണ്ടാവും, കായ്ക്കും അല്ലേ? വേരൊക്കെ തായ് വേര് വിടലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്തായിരിക്കും? കുറയും. അപ്പോൾ ഇതിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളോട് എഴുതാനാണ്. ലൈഫ് സ്പാൻ കുറവായിരിക്കും, അതായത് ആയുസ് കുറയും. പിന്നെ എന്താണ്? ബ്ലൂമിങ് അല്ലേ? പെട്ടെന്ന് തന്നെ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അതാണ്. അപ്പം നിങ്ങൾക്ക് എയർ ലെയറിങ്ങിന് 2 ക്യാരക്ടർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ഗിവൺ ബിലോ ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റൂട്ടിംഗ്. റൂട്ടിങ്ങിൻ്റെ ഈ പ്ലാന്റ്സിനെ നോക്കിയിട്ട് ഇത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് എന്താ എഴുതാം? എയർ ലെയറിങ്. ഫസ്റ്റ് വൺ എയർ ലെയറിങ്. സെക്കൻഡ് വൺ സർപ്പൻറ്റൈൻ ലെയറിങ് അല്ലേ? എയർ ലെയറിങ്ങും സർപ്പൻറ്റൈൻ ലെയറിങ്ങും ആണ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ നാഗപതിവിക്കൽ എന്ന് പറയും. സർപ്പൻറ്റൈൻ ലെയറിങ്ങും. ഇത് രണ്ടുമാണ് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് താഴെയുള്ളതിന് നിങ്ങൾ ഇനി അടുത്തത് സി എന്ന് പറയുന്നത്, ഇപ്പോൾ എയർ ലെയറിങ്ങിൽ വേണ്ടത് ഗുവയുണ്ട്. പിന്നെ അടുത്തത് ഏതാണ്? ഗുവ ഉണ്ട്. പിന്നെ സപ്പോട്ട. അടുത്തേതാണ്? സപ്പോട്ട ഉണ്ട്. പിന്നെ കാഷ്യൂ എഴുതിയിട്ടുണ്ട്. അതുപോലെ സർപ്പൻ ലെയറിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? ബൊഗൈൻവില്ല അല്ലേ? ബൊഗൈൻവില്ല എഴുതാം. ജാസ്മിൻ ഉണ്ട്. പെപ്പർ ഉണ്ട്. ഇനി സി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ സെലക്ടിങ് സീഡ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഫ്രം ദം. നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ്, ഏതാണ് കറക്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ നടന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പ്സ് ഫ്രം ദം. ഏതായിരിക്കും? നമുക്ക് എയും ബിയും ശരിയാണ്. ഇതിൽ എയും ബിയും ശരിയാണ്. ഹൈ ഈൽഡിങ് പ്ലാന്റ്, ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, സീഡ്സ് വിച്ച് ഹാവ് നോർമൽ വെയിറ്റ്. ബി എന്ന് പറയുന്നത് ഹെൽത്തി പ്ലാന്റ്, റൈപ്പൻഡ് ഫ്രൂട്ട്, സീഡ്സ് വിച്ച് ഹാവ് നോർമൽ സൈസ്. അപ്പം ഇതിനകത്ത് എയും ബിയും ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഒരു സീഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എയും ബിയും ഇതിൽ ശരിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഓപ്ഷനായിട്ട് ഏതാ വന്നത്? എയും ബിയും ശരിയാണെങ്കിൽ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. അതായത് ഓപ്ഷൻ മൂന്നാമത്തെ, എയും ബിയും ശരി എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ് അല്ലേ? എയും ബിയും ശരി എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ്. അതാണ് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. When a phenolphthalein is sprayed onto a white paper, a pink image appeared. Which may be the substance used for drawing the picture. ഒരു ഫിനോഫ്തലിൻ എന്ത് ചെയ്തു? ഒരു വൈറ്റ് പേപ്പറിൽ സ്പ്രേ ചെയ്തപ്പോൾ ഒരു പിങ്ക് ഇമേജ് അപ്പിയർ ആയി. വിച്ച് മേ ബി ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ദ പിക്ചർ. എന്താ സബ്സ്റ്റൻസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ലൈം ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ, വിനെഗർ, ടർമറിക് വാട്ടർ, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, റൈസ് വാട്ടർ, സോപ്പ് സൊല്യൂഷൻ, ലൈം വാട്ടർ. ഏതായിരിക്കും? സോപ്പ് സൊല്യൂഷൻ, ലൈം വാട്ടർ. അതായത് നമ്മുടെ സോപ്പ് ലായനിയും ചുണ്ണാമ്പ് വെള്ളവും ആയിരിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ. ആസിഡ് ബേൺസ് ആർ മോർ ഡേഞ്ചറസ് ദാൻ ഹോട്ട് വാട്ടർ ബേൺസ്. ആസിഡ് ബേൺസ് എന്ന് പറഞ്ഞാൽ ആസിഡ് കൊണ്ട് പൊള്ളുന്നതിനേക്കാൾ
കൂടുതൽ ഡേഞ്ചറസ് അല്ല, വാട്ടറിൽ നിന്ന് പൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ആണ് എന്ത്, ആസിഡിൽ വെച്ചിട്ട് പൊള്ളുന്നത്. വാട്ട് ഈസ് എ റീസൺ, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൺ ഫോർ ആസിഡ് ബേൺ. അപ്പോൾ ആസിഡും കൊണ്ട് പൊള്ളിയാൽ എടുക്കേണ്ട നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്താണ്, ആസിഡ് കൊണ്ട് പൊള്ളിയാൽ ഇങ്ങനെ പൊള്ളൽ ഇത് ഇത്രയും കൂടുതലാവാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ്, ആസിഡ് നമ്മുടെ ശരീരത്തിൽ വീണാൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, എല്ലാ കലകളിലും എന്ത് ചെയ്യും, ജലം വാട്ടറൊക്കെ വലിച്ചെടുക്കും. അതുപോലെ താപമൊക്കെ, അതായത് ഹീറ്റ് പുറത്തേക്ക് വിടും. അതുപോലെ നമ്മുടെ സ്കിൻ ഇതൊക്കെ നശിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആസിഡ് ബേൺസ് നമുക്ക് നല്ല ഭയങ്കര എഫക്റ്റീവിലായിരിക്കും ഉണ്ടാവുക. അതായത് ഡേഞ്ചറസ് ആയിരിക്കും. ആസിഡും കൊണ്ട് പൊള്ളിയാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. പിന്നെ അതിന് എടുക്കാനുള്ള ഫസ്റ്റ് എയ്ഡുകൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ധാരാളം എന്ത് ചെയ്യണം, നമ്മൾ കോൾഡ് വാട്ടർ ഒഴിക്കണം, ധാരാളം തണുത്ത വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുക. അതാണ് അതിനെടുക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. വിനെഗർ ഈസ് യൂസ്ഡ് ടു കീപ് പിക്കിൾസ് വിത്തൗട്ട് ഡീക്കേ. റൈറ്റ് ടു അതർ യൂസസ് ഓഫ് വിനെഗർ. വിനെഗർ നമ്മുടെ ഈ അച്ചാറുകളൊക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ വിനെഗർ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് വിനെഗറിൻ്റെ വേറെ 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കറകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വിനെഗർ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഗമ്മുകളെയൊക്കെ ഇങ്ങനെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് സൊല്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിനെഗർ ആഡ് ചെയ്യാറ്. അതുപോലെ നമ്മളുടെ കുക്കിംഗ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വിനെഗർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. കുക്കിംഗ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിനെഗർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ കറയൊക്കെ ഉണ്ടായി അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും വിനെഗർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഗമ്മൊക്കെ സൊല്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിനെഗർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഓർ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റീറൈറ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി. താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, റിയറിങ് ഓഫ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ആണ്. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, പൂക്കൾ കൃഷി ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിയറിങ് ഓഫ് ഹണി ബി, തേനീച്ച വളർത്തലാണ് അല്ലേ, തേനീച്ച കൃഷിയാണ്. നെക്സ്റ്റ് മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോയിങ് ഓഫ് മഷ്റൂമിനെ വളർത്തുന്നതാണ്, കൂൺ കൃഷിയാണ്. ലാസ്റ്റ് പൗൾട്രി ഫാമിംഗ്, റിയറിങ് ഓഫ് പൗൾട്രി, അതായത് കോഴികളെയൊക്കെ കൃഷി ചെയ്യുന്നത്, കോഴിക്കൃഷി അതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രോഗ്സ് മേ അഫക്റ്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഫ്രോഗ്സിൻ്റെ ഡിസ്ട്രക്ഷൻ അല്ലേ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യും. വാട്ട് ഈസ് നിങ്ങളുടെ റെസ്പോൺസ് അതിനെക്കുറിച്ച് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എഴുതാൻ, നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മൾക്ക് ഈ ഭയങ്കര ചില കീടങ്ങൾ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചെടികളെയൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് നശിപ്പിക്കും. അപ്പം ഉപദ്രവകാരികളായിട്ടുള്ള കീടങ്ങളെയൊക്കെ തവളകൾ എന്ത് ചെയ്യും, നിയന്ത്രിക്കുന്നു. അപ്പോൾ തവളകൾ ഇല്ലാതായാൽ എന്തായാലും ഈ കീടങ്ങളൊക്കെ എന്ത് ചെയ്യും, പെരുകും. അപ്പോൾ നമ്മളുണ്ടാക്കിയ നെല്ല് കൃഷി ചെയ്താൽ കൃഷിയൊക്കെ നശിപ്പിക്കില്ല കീടങ്ങൾ. അപ്പോൾ നെല്ല് കൃഷിയും മറ്റുള്ള നമ്മുടെ കൃഷികളെയൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. അപ്പോൾ ഈ എന്താണ്, നമ്മുടെ ഫ്രോഗ്സിൻ്റെ ഡിസ്ട്രാക്ഷൻ, അതായത് ഫ്രോഗിൻ്റെ ഈ നാശം എന്ന് പറയുന്നത്, അതായത് ഫ്രോഗുകൾ ഇല്ലാതായാൽ അത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ ബാധിക്കും. കാരണം ഈ കുഞ്ഞു കുഞ്ഞു കീടങ്ങളൊക്കെ എന്ത് ചെയ്യും, കൃഷിയെ നശിപ്പിക്കും, വിളകളെ നശിപ്പിക്കും അല്ലേ. സി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ ദ ഗ്രൂപ്പ്സ് ഓഫ് ഹൈബ്രിഡ് സീഡ്. ഗ്രൂപ്പ്സ് ഓഫ് ഹൈബ്രിഡ് സീഡ്സിന് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് നോക്കാം. പാഡിയിൽ പറയുന്നത് പവിത്ര, അന്നപൂർണ, ജ്യോതിക, ചില്ലി, ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി. സി ലേഡീസ് ഫിംഗർ, സൽകീർത്തി, കിരൺ, സുഷ്ത. ഡി ബ്രിഞ്ചാൾ, ഹരിത, ശ്വേത, സൂര്യ. ഇതിലേതാണ്? ഇതിൽ നമുക്ക് നോക്കാം ഏതാണ്. ഒന്നാമത്തേൽ പറയണേ എയും ബിയും കറക്റ്റാണ്, രണ്ടാമത്തേൽ സിയും ബിയും കറക്റ്റാണ്, 3 സിയും ഡിയും കറക്റ്റാണ്, 4 എല്ലാം കറക്റ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 3 സിയും ഡിയുമാണ് കറക്റ്റായിട്ടുള്ളത്. ലേഡീസ് ഫിംഗറിൻ്റെയും ബ്രിഞ്ചാളിൻ്റെയും ആണ് എന്തുള്ളത്, ഹൈബ്രിഡ്
സീഡ്സിൻ്റെ ഗ്രൂപ്പുകളുള്ളത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. യു മേ ഹാവ് നോട്ടീസ്ഡ് ദ ഫാൻസ് ആൻഡ് ട്യൂബ് ലൈറ്റ്സ് ആർ വർക്കിംഗ് in the classroom when there are no students. Prepare poster including instruction to prevent wastage of electricity. നിങ്ങളുടെ ക്ലാസ്സിൽ, അതായത് നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികളൊന്നുമില്ല, ആരുമില്ല, പക്ഷേ ഫാനും ലൈറ്റൊക്കെ ഓൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പോസ്റ്ററൊക്കെ വരച്ച്, ഒരു കോളൊക്കെ വരച്ച് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു ഇതൊക്കെ എഴുതി പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അണക്കെട്ടിലെ വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ടർബൈനുകൾ കറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡാമുകളിലൊക്കെ വെള്ളത്തിലെ ശക്തിയൊക്കെ ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഇലക്ട്രിസിറ്റി കറണ്ട് ഉണ്ടാക്കുന്നത്. ആ പ്രവർത്തനം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സി ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം കൺവേർട്ട് എനർജി ഫ്രം ദ സൺ ടു ഇലക്ട്രിക് എനർജി? ഏതാണ്? സോളാർ സെൽ. ഏതാണ്? സോളാർ സെൽ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് വൺ. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കേർഡ് ഹാസ് സോർ ടേസ്റ്റ്. തൈരിന് സോർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൺ കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ്. അതിന് കാരണം ലാക്റ്റിക് ആസിഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് കറക്റ്റ്, അല്ലെങ്കിൽ ഏത് രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ, അത് ഒരെണ്ണം മാത്രം ശരിയാണോ, ഒരെണ്ണം തെറ്റാണോ, അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അല്ലേ, പ്രസ്താവന ശരിയാണ്. ആൻഡ് റീസൺ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയ്ക്ക് യോജിച്ചതാണ്, സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ബി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ. സോപ്പ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് കാസ്റ്റിക് സോഡ, കോക്കനട്ട് ഓയിൽ, വാട്ടർ, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, കളർ ആൻഡ് പെർഫ്യൂം. ദ സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോപ്സ് ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ മിസ്സിംഗ് വൺ. ഇത് നമ്മളുടെ എന്തിനാണ്, പ്രിപ്പറേഷൻ ഓഫ് സോപ്പിൻ്റെ ഒരു സ്റ്റേജസ് ആണ് നൽകിയിരിക്കുന്നത്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരിക്കും? ഇത് തന്നിട്ടുണ്ട് അല്ലേ, കാസ്റ്റിക് സോഡ അല്ലേ. യൂസിങ് ഈ കാസ്റ്റിക് സോഡ എന്ത് ചെയ്യണം, വാട്ടറിൽ സോലുബിൾ ആക്കണം അല്ലേ, വാട്ടറിലിട്ട് ലയിപ്പിക്കണം. അപ്പോൾ കാസ്റ്റിക് സോഡ വാട്ടറിൽ ലയിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സൊല്യൂഷനാക്കി കാസ്റ്റിക് സോഡയും വാട്ടറും കൂടെ ഒഴിച്ചിട്ട് വാട്ടറിൽ സോലുബിൾ ആക്കുകയാണ് വേണ്ടത് ആദ്യം. കാസ്റ്റിക് സോഡ എന്ത് ചെയ്യണം, വാട്ടറിൽ സോലുബിൾ ആക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ആഡ് കോക്കനട്ട് ഓയിൽ വെൻ ഇറ്റ് കൂൾ ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യണം, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് അത് നന്നായി ഇളക്കിയിട്ട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. മൂന്നാമത്തെ പ്രോസസ്സ് എന്തായിരിക്കും? മൂന്നാമത്തെ പ്രോസസ്സിൽ എന്താണ്, സോഡിയം സിലിക്കേറ്റും, മൂന്നാമത്തെ നമ്മൾ എന്താണ്, സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും കൂടി മിക്സ് ചെയ്ത് ചേർക്കുക അല്ലേ. അപ്പം അതാണ് ഇവിടെ വേണ്ടത്. മൂന്നാമത്തേൽ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യണം. ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ, അതാണ് മൂന്നാമത്തേൽ വേണ്ടത്. അപ്പോൾ ആദ്യം യൂസിങ് എന്താണ്, കാസ്റ്റിക് സോഡ എന്ത് ചെയ്യണം, വാട്ടറിൽ സോല്യൂബിൾ ആക്കണം. രണ്ടാമത് നമുക്ക് തന്നിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യണമെന്ന്. മൂന്നാമത് നമ്മൾ എന്താണ്, സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, കളർ ആൻഡ് പെർഫ്യൂം. അഞ്ചാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് കളർ ആൻഡ് പെർഫ്യൂം, കളറും പെർഫ്യൂമും ചേർക്കണം. മൂന്നാമത്തേൽ തന്നെയാണ് രണ്ടും കേട്ടോ. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും മൂന്നിലാണ് വരുന്നത്. പിന്നെ കളർ ആൻഡ് പെർഫ്യൂം ചേർക്കണതാണ് നാലാമത്തെ പ്രോസസ്സിൽ വരുന്നത്. നാലാമത്തെ പ്രോസസ്സിൽ ആഡ് കളർ ആൻഡ് പെർഫ്യൂം, കളറും പെർഫ്യൂമും ചേർക്കുക. പിന്നെ അഞ്ചാമതായിട്ട് എന്തായിരിക്കും ചെയ്യേണ്ടത്, ഇത് മോൾഡിൽ ഒഴിച്ചു വെക്കണം അല്ലേ. നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മൾ എന്ത് ചെയ്യണം, മോൾഡിൽ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മോൾഡിൽ നല്ല
ഉരുകിയിട്ടുള്ള ആ സൊല്യൂഷൻ എന്ത് ചെയ്യണം, മോൾഡിൽ ഒഴിച്ച് വെക്കണം. അതാണ് 5ാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. റിമൂവ് ഫ്രം ദ മോൾഡ് ആഫ്റ്റർ സോൾഡിഫിക്കേഷൻ. അതായത് സോൾഡിഫിക്കേഷന് ശേഷം എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ വരുന്നത് സോൾഡിഫിക്കേഷൻ ആണ് അല്ലേ. മോൾഡിൽ ഒഴിച്ച് വെക്കണം. മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ട് അവസാനം എന്ത് ചെയ്യണം, സോൾഡിഫിക്കേഷന് ശേഷം മോൾഡ് റിമൂവ് ചെയ്യണം. അതാണ് 5ാമത്തെ പ്രോസസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഓർഡർ ഒന്നുകൂടി പറയാം. ആദ്യം കോസ്റ്റിക് സോഡ വാട്ടറിൽ ആഡ് ചെയ്യുക. രണ്ടാമത്തത് എന്താണ്, സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യുക. അതിനുശേഷം കളർ ആൻഡ് പെർഫ്യൂം ആഡ് ചെയ്യുക. ലാസ്റ്റ് എന്താ, സോൾഡിഫിക്കേഷന് വേണ്ടിയിട്ട് വെക്കുക അല്ലേ. അതായത് അത് മോൾഡിൽ ഒഴിച്ച് വയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം മോൾഡ് റിമൂവ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ, ഓൾ ആസിഡ്സ് ഹാസ് സോർ ടേസ്റ്റ്. എല്ലാ ആസിഡ്സിനും സോർ ടേസ്റ്റ് ആണെന്ന് പറയണേ. റൈറ്റ് ടു അതർ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ആസിഡിൻ്റെ വേറെ 2 പ്രോസസ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കുന്നു, റെഡ് ആക്കുന്നു. അതുപോലെ നമ്മുടെ മെറ്റൽസുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കുന്നു, ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. ആ 2 പ്രോസസ്സ് എഴുതാം അല്ലേ. അപ്പോൾ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റും, റെഡ് ആക്കി മാറ്റും. ആസിഡ്സ് അല്ലേ, ആസിഡിൻ്റെ ഒരു വേറൊരു പ്രോപ്പർട്ടിയാണ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. അതുപോലെ മെറ്റൽസുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കും, ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. അങ്ങനെ 2 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എഴുതാം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സാമിൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പ്. ടേബിൾ നോക്കിയിട്ട് കറക്റ്റ് ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് യൂറിയാണ്. യൂറിയയിൽ ഏതാണ്, യൂറിയ ബി അല്ലേ, കെമിക്കൽ ഫെർട്ടിലൈസറാണ്, ബി ആണ്. രണ്ടാമത്തത് ടുബാക്കോ ഏതാണ്, സി ആണ്. ഓർഗാനിക് പെസ്റ്റിസൈഡാണ്. അടുത്തത് വെർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞത് ഡി ആണ്. ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ലാസ്റ്റ് വൺ ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോൾ ആണ്. എന്താണ്, ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ്. 1 ബി, 2 സി, 3 ഡി, 4 എ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഇവിടെ ഒരു കാർട്ടൂൺ കാണിച്ചതുണ്ട്. ഐ അപ്ലൈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓൺലി. ഈ ഫാർമർ പറയണേ ഇദ്ദേഹം എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന്. അപ്പോൾ ഈ ഫാർമർ പറയണ ഐ അപ്ലൈ ഓൺലി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന്. അടുത്ത ആൾ പറയണ ഐ അപ്ലൈ ബോത്ത് കെമിക്കൽ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അടുത്ത ആൾ പറയണ ഞാൻ എന്ത് ചെയ്യും, കെമിക്കലും മറ്റേ ഓർഗാനിക് ഫെർട്ടിലൈസർ രണ്ടും അപ്ലൈ ചെയ്യുമെന്ന് പറയുന്നു. ഇനി ഹൂസ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത്, വൈ. നിങ്ങൾ ഇതിൽ ആരുടെ ഒപ്പീനിയനാണ് എഗ്രി ചെയ്യുന്നത്, എന്തുകൊണ്ടാണെന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആരുടെ ഒപ്പീനിയനാണ് എഗ്രി ചെയ്യുക, 3ാമത്തെ ഫാർമറിൻ്റെ ആയിരിക്കും അല്ലേ, 3rd ഫാർമറിൻ്റെ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൂടുതലും പിന്നെ എന്താണ്, പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറച്ചും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എന്ത്, നമ്മുടെ കൂടുതൽ മെച്ചമായിട്ടുള്ളത്. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കുറച്ച് എന്താണ്, കൂടുതൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കുറച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് എന്ത്, നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള വളപ്രയോഗമാണെങ്കിൽ എന്ത്, നമുക്ക് കൂടുതൽ മെച്ചമെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ കൂടുതൽ വിളകൾ കിട്ടും അല്ലേ. ഓക്കെ. സി ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഇസ് by using traps or by hand picking? Name an equipment available in the market for this. ഏതായിരിക്കും, ഫിറമോൺ ട്രാപ്പ് അല്ലേ, ഫിറമോൺ ട്രാപ്പ് അല്ലേ, നിങ്ങൾക്ക് എഴുതാം അല്ലേ, ഫിറമോൺ ട്രാപ്പാണ്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്നത് നോക്കൂ. ഇവിടെ താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഡിഡ് യു ഒബ്സർവ് ദ ഫിഗർ, വിച്ച് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ദ ബലൂൺ. ഈ ബലൂണിൽ ഏത് ഗ്യാസാണ് ഫില്ല് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, ഹൈഡ്രജൻ ആണ്. ഏതാണ്, ഹൈഡ്രജൻ. ബി, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്യാസ് ഫിൽഡ് ഇൻ ദ ബലൂൺ. എന്താണ് ബലൂണിൽ ഫില്ല് ചെയ്യുന്ന ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. 1 വെയിറ്റ് അല്ലേ, ലെസ് വെയിറ്റ് ആണ്, വെയിറ്റ് കുറവാണ്, വെയിറ്റ് കുറവാണ്. പിന്നെ എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലേ. ഫ്ലെയിമബിൾ ഗ്യാസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന 2 ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ,
Plan an experiment to produce the same gas using vinegar and magnesium rubber. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഒരു പരീക്ഷണം ചെയ്യാനാണ് അല്ലേ, എക്സ്പെരിമെൻറ്റ് ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വിനെഗറും മാഗ്നീഷ്യം റിബറും വച്ചിട്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ 6th ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്സർവ് ദ ഫിഗർ, വിച്ച് മെറ്റൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. ഇതിൽ ഏത് മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഏതാണ്? സി, അലൂമിനിയമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്? സി, അലൂമിനിയമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ ഓപ്പൺ സർക്യൂട്ട് യൂസിങ് ദ സിമ്പിൾസ് ഓഫ് മിനി മോട്ടോർ, കണ്ടക്ടിങ് വയർ, ബാറ്ററി ആൻഡ് സ്വിച്ച്. ഇത് വച്ചിട്ട് ഒരു സർക്യൂട്ട്, അതായത് നിങ്ങൾക്കറിയാം മിനി മോട്ടറിൻ്റെ സിമ്പിൾ അറിയാം, കണ്ടക്ടിങ് വയറിൻ്റെ സിമ്പിൾ, അതുപോലെ ബാറ്ററിയുടെ സ്വിച്ചിൻ്റെ ഈ സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു സർക്യൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ് യൂസ്ഡ് ഇൻ അവർ ഹോംസ് ആർ LED, CFL ആൻഡ് ഫിലമെൻറ്റ് ബൾബ്. The following table indicate their properties. Examine the table and write your findings. Which bulb is better to use in your home? Write your ഇൻഫ്ലുവൻസ്. താഴെയുള്ള ടേബിൾ പരിശോധിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള ബൾബ് ഏതാണ് എന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും? LED ബൾബ് ആയിരിക്കും. ഏതാണ്? LED ബൾബ് ആയിരിക്കും. കാരണം എന്താണ്? LED ബൾബ് ഒന്ന് നമുക്ക് ചിലവ് കുറവാണ്, മീൻസ് എനർജി ലോസ് ഉണ്ടാവുന്നില്ല അല്ലേ, എനർജി നഷ്ടം ഉണ്ടാവുന്നില്ല, ഊർജ്ജ നഷ്ടം ഉണ്ടാവുന്നില്ല, എനർജി ലോസ് ഉണ്ടാവുന്നില്ല. പിന്നെ നമുക്ക് പരിസ്ഥിതിക്ക് ദോഷകരമല്ല. LED ബൾബുകൾ പരിസ്ഥിതിക്ക് അല്ലേ എക്കോ ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതിക്ക് ദോഷമില്ല. അപ്പോൾ LED രണ്ട് ഗുണങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് എഴുതാം. എനർജി കൺസപ്ഷൻ നോക്കൂ. അപ്പോൾ LED എന്ന് പറയുന്നത് എനർജി ലോസ് ഉണ്ടാക്കുന്നില്ല, അതുപോലെ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വീട്ടിൽ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഏതാണ്? LED ബൾബാണ്. അപ്പോൾ LED ബൾബിൻ്റെ ഗുണങ്ങൾ എഴുതിയാൽ മതി നിങ്ങൾ, അതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.